കേരളത്തിൻ്റെ പ്രധാന വരുമാനങ്ങളിലൊന്നാണ് ടൂറിസം. നമുക്കറിയാം, പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ സുന്ദരഭൂമി കാണാൻ അനുദിനം എത്തുന്ന സഞ്ചാരികൾ ഏറെയാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ എത്തിയത് ഇടുക്കിയിലെ വാഗമണ്ണിലാണ്. വാഗമൺ പൈൻകാടും മൊട്ടക്കുന്നും പാലരുവികളും പതഞ്ഞു പൊങ്ങുന്ന കോടമഞ്ഞ് ഓരോ സഞ്ചാരിയെയും വീണ്ടും വീണ്ടും മല കയറാൻ പ്രേരിപ്പിക്കുന്ന ലഹരി. മൂന്നാറും ബോട്ടാണിക്കൽ ഗാർഡനും ഇടുക്കി അണക്കെട്ടുമെല്ലാം ഉണ്ടെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി വാഗമണ്ണാണ് പലർക്കും ഫേവറേറ്റ്. ഈ മലയോരത്തെ അഡ്വഞ്ചർ ടൂറിസവും അതിനൊരു പ്രധാന കാരണമാണ്. വാഗമണ്ണ് മറ്റ് സെൻറ്ററുകളെ അപേക്ഷിച്ച്, പ്രത്യേകിച്ച് സംസ്ഥാനത്തല്ല ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിച്ചേരുന്ന സെൻറ്ററായി വാഗമണ്ണെന്ന് മാറിയിരിക്കുകയാണ്. അത് ഗസ്റ്റിൻ്റെ എണ്ണത്തിലും നമ്മുടെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ കാര്യത്തിലെല്ലാം തന്നെ ഇന്ന് ഏതാണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് വാഗമണ്ണ് ഡെസ്റ്റിനേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ലൈമറ്റാണ് ഇതിൻ്റെ സൗന്ദര്യം, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് 10 ലക്ഷത്തോളം പേര് വാഗമണ്ണിൽ ഒരു വർഷം വരുന്നുണ്ട്. അത് ഞങ്ങൾ 15 ലക്ഷത്തിലാക്കാൻ വേണ്ടി ഇടുക്കി DTPC സെക്രട്ടറി ഉൾപ്പെടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 3.5 ലക്ഷം പേർ ഈ വർഷം മൂന്നാറിലെത്തിയപ്പോൾ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക് കാണാനെത്തിയത് 6 ലക്ഷത്തിനടുത്തുള്ള ആളുകളാണ്. മൊട്ടക്കുന്നുകൾ കയറിയത് 6.25 ലക്ഷം. ഗ്ലാസ് ബ്രിഡ്ജ്, സ്കൈ ഡൈവ് തുടങ്ങിയ സാഹസിക ടൂറിസവും മഞ്ഞും മഴയും പ്രകൃതിയും സമ്മാനിക്കുന്ന മനോഹര കാഴ്ചകളുമാണ് ഈ തിരക്കിന് പ്രധാന കാരണം. മറ്റിടങ്ങളിൽ നിന്ന് മാറി എല്ലാം ഒരു കുടക്കീഴിലെന്ന പ്രത്യേകതയും ഇവിടുത്തെ വശ്യതയും സഞ്ചാരികളെ വീണ്ടും വീണ്ടും ആകർഷിക്കുന്നു. ഈ പർദീസയിലെത്തുമ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു പോകും, ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ്, ഇത് മാത്രമാണ്. ക്യാമറമാൻ നിഖിൽ നിലയ്ക്കൊപ്പം ലാൽകൃഷ്ണൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.